നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം പുതിയൊരു രാവിലെയിലേക്ക്, പുതിയൊരു വാർത്താ ദിനത്തിലേക്ക്. അപ്പോൾ സജീവമായ ഒരു വാർത്താ ദിനത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. നല്ല വാർത്തകൾ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്താ തലക്കെട്ടുകൾ. വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദങ്ങൾക്കിടെ സുരേഷ് ഗോപി തൃശൂരിലേക്ക്. റെയിൽവേ സ്റ്റേഷനിൽ ബി.ജെ.പി. പ്രവർത്തകർ സ്വീകരണമൊരുക്കും. CPM ഓഫീസ് മാർച്ചിൽ പരിക്കേറ്റ പ്രവർത്തകരെ കാണും. കമ്മീഷണർ ഓഫീസിലേക്ക് ഇന്ന് ബി.ജെ.പി. മാർച്ച്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല താൽക്കാലിക VC നിയമനത്തിൽ ഗവർണറുടെ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. ശിവപ്രസാദിന്റെയും സിസ തോമസിന്റെയും നിയമനം റദ്ദാക്കണമെന്ന സർക്കാർ അപേക്ഷയും പരിഗണിക്കും. വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള ഗവർണറുടെ സർക്കുലറിനെതിരെ ഇന്ന് ക്യാമ്പസുകളിൽ SFI പ്രതിഷേധം. ഇന്ത്യൻ അമേരിക്ക തീരുവാ തർക്കങ്ങൾക്ക് പിന്നാലെ നരേന്ദ്രമോദി അമേരിക്കയിലേക്ക്. അടുത്ത മാസം അമേരിക്ക സന്ദർശിക്കും. UN പൊതുസഭയിൽ സംസാരിക്കാനെത്തുന്ന മോദി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരും. വോട്ടർമാരെ കൂട്ടത്തോടെ ഒഴിവാക്കുന്നുവെന്ന ഹർജിക്കാർ. വോട്ട് ക്രമക്കേടിൽ രാജ്യവ്യാപക പ്രക്ഷോഭം പ്രഖ്യാപിച്ച് കോൺഗ്രസ്. ധർമ്മസ്ഥലയിലെ 13ാം പോയിന്റിൽ ഇന്നും SIT പരിശോധന തുടരും. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് ഇന്നും തെരച്ചിൽ. ഇന്നലെ തെളിവുകളൊന്നും കിട്ടിയില്ല. 8 പേരെ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന സാക്ഷിയുടെ മൊഴി. താരസംഘടനയിലെ തെരഞ്ഞെടുപ്പിന് ഇനി 2 ദിവസം മാത്രം. ആവേശകരമായ പ്രചാരണവുമായി താരങ്ങൾ. 31 വർഷത്തെ ചരിത്രത്തിൽ ഇത്രയും സ്ഥാനാർത്ഥികൾ ഇതാദ്യം. സാമൂഹ്യ മാധ്യമ ഇടപെടൽ പോരെന്ന് CPM-ൽ വിമർശനം. MV നികേഷ് കുമാറിന്റെ പ്രകടനത്തിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തി. വിവാദങ്ങളിൽ പ്രതിരോധം തീർക്കാനാകുന്നില്ല. നികേഷ് കുമാറിന് പാർട്ടി നൽകുന്ന കൂടിയ അലവൻസിലും അതൃപ്തി. ഇപ്പോൾ നമ്മൾ വിശദമായി കടക്കുകയാണ്. ഇന്ന് രാഷ്ട്രീയ കേരളത്തിലേക്ക് ഉറ്റുനോക്കുകയാണെന്നുണ്ടെങ്കിൽ തൃശൂരിലേക്ക് ഈ വിവാദങ്ങൾക്കിടെ സുരേഷ് ഗോപി എത്തുകയാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത. ഈ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണങ്ങൾക്കിടെ സുരേഷ് ഗോപി തൃശൂരിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം രാവിലെ 9:30 തൃശൂരിൽ എത്തുക. പുലർച്ചെ 2:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയ സുരേഷ് ഗോപി വന്ദേഭാരതിൽ തൃശൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സുരേഷ് ഗോപിയെ BJP പ്രവർത്തകർ സ്വീകരിക്കുമെന്നുള്ളതാണ്. ഊഷ്മളമായ സ്വീകരണം ഒരുക്കും എന്നുള്ളതാണ്. വോട്ടർ പട്ടിക വിവാദം, കന്യാസ്ത്രീകളുടെ അറസ്റ്റ് തുടങ്ങിയ വിഷയങ്ങളിലും സുരേഷ് ഗോപിയുടെ പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷ നിലനിൽക്കുകയാണ്. ഇന്നലെ രാത്രി CPM ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ പങ്കെടുത്ത് പരിക്കേറ്റ പ്രവർത്തകരെയും സുരേഷ് ഗോപി ആശുപത്രിയിലെത്തി കാണും. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ മാർച്ചും നടത്തും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ ധർമ്മസ്ഥലയിൽ 13ാം പോയിന്റിൽ ഇന്നും SITയുടെ പരിശോധന തുടരും എന്നുള്ളതാണ്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ചായിരുന്നു ഇന്നലെ തെരച്ചിൽ നടത്തിയത്. ഇന്നും ആ തെരച്ചിൽ തുടരും. കേരളീയ വേഷത്തിലുള്ള പെൺകുട്ടിയെ ഉൾപ്പെടെ 8ഓളം പേരെ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് സാക്ഷിയുടെ മൊഴി. ഇന്നലെ ഇതേ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല. ആദ്യമായാണ് SIT ഒരേ സ്ഥലം കേന്ദ്രീകരിച്ച് തുടർച്ചയായ ദിവസങ്ങളിൽ പരിശോധന നടത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരും. വോട്ടർമാരെ കൂട്ടത്തോടെ ഒഴിവാക്കുന്നുവെന്നാണ് ഹർജിക്കാരുടെ വാദം. ആധാർ പൗരത്വ രേഖയായി കണക്കാക്കാനാകില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് കോടതി ഇന്നലെ വാക്കാൽ ശരിവെച്ചിരുന്നു. അതേസമയം വോട്ട് ക്രമക്കേടിൽ രാജ്യവ്യാപക പ്രക്ഷോഭം പ്രഖ്യാപിച്ച കോൺഗ്രസ് നാളെ വൈകിട്ട് മെഴുകുതിരി മാർച്ച് നടത്തും. ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ER, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെയും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വാദം സുപ്രീം കോടതിയിൽ നടന്നതാണ്. ഇന്നലെ കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന സുപ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ ഏത് തരത്തിലായിരുന്നു? വാദം ഏത് തരത്തിൽ പുരോഗമിക്കുന്നു? ആദ്യം അതിലേക്ക്.
ആര്യ, ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം അത് കഴിഞ്ഞ കുറേ നാളുകളായി ദേശീയ രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ്. ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ആദ്യ ദിനം മുതൽ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന വിഷയം തന്നെ SIR ആണ്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണമാണ്. കാരണം അത് നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിഷേധിക്കുന്നത്. പക്ഷേ സർക്കാർ അതിന് വഴങ്ങിയിരുന്നില്ല. മാത്രവുമല്ല, സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയം പാർലമെന്റിൽ പരിഗണിക്കേണ്ടതില്ല എന്ന നിലപാട് സർക്കാരും സ്വീകരിക്കുന്നു. ഏതായാലും ആ വിഷയം കോടതി കയറിയിട്ടുണ്ട്. ഇന്നലെ വിശദമായ വാദം ഈ കേസിൽ നടക്കുകയും ചെയ്തു. കാരണം ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 2003 അടിസ്ഥാന വർഷമാക്കി 2003 തെരഞ്ഞെടുപ്പ് അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുകയാണ്. അന്ന് ആ പട്ടികയിൽ പേരില്ലാത്തവരുടെ ഒക്കെ തന്നെ 11 രേഖകൾ ഹാജരാക്കണം എന്നാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനെയാണ് പ്രധാനമായും പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത്. കാരണം ഒന്ന്, ആധാർ ഈ 11 രേഖകളിൽ ഉൾപ്പെടുന്നില്ല. ഇതുകൂടാതെ മറ്റ് 11 രേഖകളും ഒരുപക്ഷെ എല്ലാവർക്കും നൽകിക്കൊള്ളാൻ കഴിഞ്ഞേക്കുമില്ല എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സമയം, ഈ പരിഷ്കരണ നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വന്ന സമയമൊക്കെ തന്നെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കാൻ ഇനി 1-2 മാസങ്ങളേ ഉള്ളൂ. സ്വാഭാവികമായി സെപ്റ്റംബർ മാസത്തിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ടതാണ്. അപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ ഇത്തരം ഒരു നീക്കം ആളുകളെ കൂട്ടത്തോടെ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനാണ് എന്ന വാദം ആദ്യം മുതൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കമ്മീഷനിലേക്ക് കഴിഞ്ഞ ദിവസം മാർച്ചൊക്കെ നടന്നു. ആദ്യം ഈ മാർച്ച് നിശ്ചയിക്കുന്നത് തന്നെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പേരിലായിരുന്നു. പിന്നീടാണ് രാഹുൽ ഗാന്ധി ആരോപണമായി തെളിവുകൾ നിരത്തിക്കൊണ്ട് രംഗത്ത് വരികയൊക്കെ തന്നെ ചെയ്തത്. ഏതായാലും ഇന്നലെ കോടതി വിശദമായി ഇക്കാര്യത്തിൽ വാദം കേട്ടു. പക്ഷേ ആധാർ പൗരത്വ രേഖയായി കണക്കാക്കാൻ കഴിയില്ല എന്ന കമ്മീഷൻ നിലപാടിനോട് യോജിക്കുന്ന, അല്ലെങ്കിൽ വാക്കാൽ ഒപ്പം നിൽക്കുന്ന ഒരു സമീപനമാണ് കോടതിയുടെ ഭാഗത്ത് നിലപാടാണ് കോടതി സ്വീകരിച്ചത്. കാരണം ആധാർ നിയമത്തിൽ തന്നെ അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് എന്നാണ് കോടതി നിരീക്ഷിച്ചത്. അതായത് ഈ 11 ഡോക്യുമെന്റായി ആധാർ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന കമ്മീഷന്റെ നിലപാടിനോട് വാക്കാൽ യോജിക്കുകയാണ് ഇന്നലെ ചെയ്തത്. ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം ഇതിനകത്ത് കൂട്ടത്തോടെ ഒഴിവാക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന വാദം നടത്തി. പ്രത്യേകിച്ച് യോഗേന്ദ്ര യാദവ് അടക്കമുള്ളവർ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ 3 പേരെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം തന്നെ ഒരുപക്ഷെ സാധാരണക്കാരായ മനുഷ്യനാണ്, ഗ്രാമീണരാണ്. അവർക്ക് ഈ 11 രേഖകൾ ഹാജരാക്കണമെന്ന് പറയുമ്പോൾ അതിന് സാധിക്കില്ല എന്ന വാദം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കോടതി അക്കാര്യത്തിലൊരു കൃത്യമായ, അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല. ഏതായാലും ഇന്ന് വിശദമായ വാദം നടക്കുന്നുണ്ട്. ഇന്ന് ഏതായാലും ഈ വിഷയത്തിൽ കോടതി എന്തു പറയും എന്നുള്ളത് നിർണായകമാണ്. ഏതായാലും ഇന്നലെ കമ്മീഷനെ സംബന്ധിച്ച് അനുകൂല നിലപാട് കോടതിയിൽ നിന്നുണ്ടായി എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ആധാർ ഒരു രേഖയായി കണക്കാക്കാൻ കഴിയില്ല, വോട്ടർ രേഖയായി പൗരത്വ രേഖയായി കണക്കാക്കാൻ കഴിയില്ല എന്ന നിലപാടിനോട് തത്വത്തിൽ യോജിക്കുന്ന നിലപാട് കോടതി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്നും വിശദമായ വാദം കേൾക്കും. അതിനുശേഷം എന്ത് നിലപാട് കോടതി സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമാണ്. നിലവിൽ ഈ പരിഷ്കരണ നടപടികളുമായി കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക്, ഏറ്റവും ചുരുങ്ങിയത് 65 ലക്ഷം ആളുകൾക്കെങ്കിലും വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ച് ബീഹാറിൽ നിന്ന് പല സംസ്ഥാനങ്ങളിലേക്ക് ആളുകൾ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ വോട്ടില്ലാത്ത സാഹചര്യം വരും എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അഭിഷേക് സിംഗ്വി, ഒപ്പം തന്നെ കപിൽ സിബൽ തുടങ്ങിയവരൊക്കെ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത്. ഇന്ന് ഏതായാലും ഈ കേസ് വിശദമായി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. മറുവശത്ത് വലിയ തോതിലുള്ള പ്രതിഷേധം ആയി മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ സഖ്യം, പ്രത്യേകിച്ച് കോൺഗ്രസ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടന്നതൊക്കെ തന്നെ. അതിന് പിന്നാലെ ഇന്നലെ AICC ജനറൽ സെക്രട്ടറിമാരുടെ യോഗം ഡൽഹിയിൽ ചേർന്നിരുന്നു. വിശദമായി തന്നെ ഈ പ്രതിഷേധ പരിപാടികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആലോചിക്കുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഉന്നയിച്ച മഹാദേവപുരയിലെ അടക്കമുള്ള വിഷയങ്ങൾ മാത്രമല്ല കോൺഗ്രസിന്റെ കൈവശമുള്ളത്. ഇനിയും തെളിവുകളുണ്ട് വോട്ട് കൊള്ള നടന്നു എന്നതിന്. അത് വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം സമര പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യദിനത്തിന്റെ തലേ ദിവസമായ നാളെ ജില്ലാ കേന്ദ്രങ്ങളിൽ മെഴുകുതിരി മാർച്ച് സംഘടിപ്പിക്കാനുള്ള ആഹ്വാനമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകിയിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ടും ആ പ്രതിഷേധം അവസാനിക്കുന്നില്ല. ഒപ്പം 22-ാം തീയതി മുതൽ സെപ്റ്റംബർ 7-ാം തീയതി വരെ, അങ്ങനെ നോക്കുമ്പോൾ 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ റാലികൾ സംഘടിപ്പിക്കാനും, ഈ വോട്ട് കൊള്ള ഉന്നയിച്ചുകൊണ്ട് റാലികൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കും ഇപ്പോൾ ഏതായാലും കോൺഗ്രസ് നേതൃത്വം എത്തിയിട്ടുണ്ട്. ഒപ്പം വരും ദിവസങ്ങളിലും പാർലമെന്റിലും ഈ വിഷയം വലിയ തോതിൽ ഉന്നയിക്കാനുള്ള നീക്കത്തിലേക്കും കടന്നിരിക്കുകയാണ് ഇന്ത്യ സഖ്യം.
നമുക്കറിയാം ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഈ വോട്ട് കൊള്ള വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്ന വേളയിൽ ഈ വിഷയവും കൂടി സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും എന്നുള്ള സൂചനകൾ നേരത്തെ വന്നിരുന്നതാണ്. എന്താണ് ഇന്നലെ വാദം കേട്ട സമയത്ത് ഈ വിഷയം അവിടെ ചർച്ചയ്ക്ക് വന്നിരുന്നോ, അല്ലെങ്കിൽ ഉന്നയിച്ചിരുന്നോ? ഇനി ഇന്നത്തെ ദിവസവും ഒക്കെ വരാനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ എത്രത്തോളമാണ്? അത്തരം വിഷയങ്ങളൊക്കെ തന്നെ വന്നിരുന്നു. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. പ്രത്യേകിച്ച് പലരെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. യോഗേന്ദ്ര യാദവ് ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട ഹർജിക്കാരനാണ്, സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായ യോഗേന്ദ്ര യാദവ്. അപ്പോൾ അദ്ദേഹം പ്രധാനമായും 3 പേരെ അവിടെ നേരിട്ട് തന്നെ ഹാജരാക്കുന്ന സമീപനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതായത് ഈ 3 പേരും മരിച്ചെന്ന് വ്യക്തമ പറഞ്ഞുകൊണ്ടാണ് കമ്മീഷൻ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. പക്ഷേ അവർ ജീവനോടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്നലെ യോഗേന്ദ്ര യാദവ് ആ 3 പേരെയും നേരിട്ട് ഹാജരാക്കിക്കൊണ്ട് സുപ്രീം കോടതിയിൽ എത്തിയത്. ഏതായാലും സുപ്രീം കോടതി അത്തരം നടപടികളൊക്കെ തന്നെ അഭിനന്ദിക്കുന്ന സമീപനവും ഇന്നലെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ വലിയ തോതിലുള്ള ക്രമക്കേട് വോട്ടർ പട്ടികയിലുണ്ട് എന്ന കാര്യം ഇന്ത്യ സഖ്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അത്തരം നീക്കങ്ങൾ സ്വാഭാവികമായും ഇന്നും അഭിഭാഷകരുടെ ഭാഗത്തുനിന്നുണ്ടാകും. പ്രത്യേകിച്ച് ഈ വോട്ടുകളുടെ അടക്കമുള്ള വിഷയങ്ങൾ വലിയ തോതിൽ ചർച്ചയാക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി തന്നെ ഇന്നലെ വ്യക്തമാക്കിയ കാര്യമാണ്, ഇത്തരത്തിൽ കൂടുതൽ തെളിവുകൾ അവരുടെ കൈവശമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്ന് വാദം നടക്കുമ്പോൾ അത്തരം പരാമർശങ്ങൾ അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് കോടതി മുമ്പാകെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. തീർച്ചയായും രാകേഷാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരുമെന്നുള്ളതാണ്. അന്തിമമായി ഈ വിഷയത്തിൽ സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വളരെ ആകാംക്ഷയോടെ നിലനിൽക്കുകയാണ്. അതേസമയം ഇന്നലത്തെ വാദം കേട്ടതിന് ശേഷം കോടതി കമ്മീഷന് അനുകൂലമായിട്ടുള്ള പരാമർശങ്ങൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത് എന്നതാണ് സാഹചര്യം. അതേസമയം ഈ വോട്ടുകൊള്ള ആരോപണത്തിൽ അടക്കം വലിയ പ്രതിഷേധം രാജ്യവ്യാപകമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. അപ്പോൾ നാളെ മെഴുകുതിരി മാർച്ച് അടക്കം രാജ്യവ്യാപകമായി നടത്താൻ തീരുമാനിച്ചിട്ടുമുണ്ട്. ആ പ്രതിഷേധം മറ്റൊരു വശത്ത് വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ, K2 ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക വിസിമാരെ പുറത്താക്കിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ ഗവർണർ നൽകിയ അപ്പീൽ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ഇരു സർവകലാശാലയുടെയും നിയമനത്തിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലിക വിസിമാരെ നിയമിക്കാമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. സ്ഥിരം വിസിമാരെ നിയമിക്കാൻ ഗവർണറോടും സംസ്ഥാന സർക്കാരിനോടും കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ കോടതി നിർദ്ദേശത്തിന് വിരുദ്ധമായി സിസ തോമസിനും കെ ശിവപ്രസാദിനും 6 മാസത്തേക്ക് കൂടി താൽക്കാലിക വിസിമാരായി പുനർനിയമനം നൽകുകയായിരുന്നു. ഇത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷയും കോടതി പരിഗണിക്കും. JB പർദിവാല, R മഹാദേവൻ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഇന്ത്യ അമേരിക്ക തീരുവ തർക്കങ്ങൾക്ക് പിന്നാലെ അടുത്ത മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കും. UN പൊതുസഭയിൽ സംസാരിക്കാനെത്തുന്ന മോദി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. വ്യാപാര കരാർ ചർച്ചയാകാനും സാധ്യതയുണ്ട്. അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അജയ്, ഗുഡ് മോർണിംഗ്. എന്തായാലും UN പ്രതിനിധി സഭയിൽ സംസാരിക്കാൻ മോദി എത്തുമ്പോൾ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും എന്നതാണ് ഏറെ ആകാംക്ഷയുള്ള കാര്യം ഈ വിഷയത്തിൽ. അപ്പോൾ നമുക്കറിയാം, വലിയ സൗഹൃദമുണ്ടായിരുന്ന 2 വ്യക്തികളാണ്. അവർക്കിടയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങൾ, ഇരു രാജ്യങ്ങൾക്കിടയിലും ഈ തീരുവയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങളൊക്കെ എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനുശേഷം ഈ ഇരുവരും മുഖാമുഖം എത്തുമ്പോൾ ഉള്ള ഏതൊക്കെ വിഷയങ്ങൾ ഏതൊക്കെ തരത്തിൽ ചർച്ചയാകും എന്നത് വലിയ ആകാംക്ഷയാണല്ലോ. ആര്യ, ഗുഡ് മോർണിംഗ്. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ മൈ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്ഷിപ്പ് അധികം സുഖമല്ലാത്ത ഒരു കാലത്തിലൂടെയാണ് ഇന്ത്യ ഇപ്പോൾ നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അവസാനമായി നരേന്ദ്രമോദിയും ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷമാണ് അമേരിക്ക അവരുടെ തീരുവ നയം അത് കൂടുതൽ കടുപ്പിക്കുകയും ഇന്ത്യക്ക് മേൽ അധിക തീരുവ 25% ആദ്യം അധിക തീരുവ പ്രഖ്യാപിക്കുകയും പിന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ 25% അധിക പിഴയായിട്ട് ഈടാക്കുകയും മൊത്തം 50% തീരുവ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇതിനുശേഷം രണ്ട് രാജ്യങ്ങളിലും തമ്മിലുള്ള ഒരു ചർച്ചകളും അതുപോലെ തന്നെ ഒരു തർക്കങ്ങളും എല്ലാം നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആരോപണങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ആക്ഷേപങ്ങൾക്കും അതിനൊന്നും കൃത്യമായിട്ട് ഇതുവരെ നേരിട്ടുള്ള മറുപടി കൊടുത്തിട്ടില്ലെങ്കിലും നരേന്ദ്രമോദി പല വേദികളിലും ഇൻഡയറക്റ്റ് ആയിട്ട് അമേരിക്കയെ വിമർശിക്കുന്നതെല്ലാം നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ കർഷകരുടെ
വിഷയമാണെങ്കിലും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെയും ക്ഷീര വ്യവസായികളുടെ വിഷയം എല്ലാം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ രാജ്യത്തിൻ്റെ കാർഷിക താല്പര്യങ്ങൾ വിട്ടുകൊടുത്തിട്ട് യാതൊരുവിധ വിട്ടുവീഴ്ചകൾക്കും ചർച്ചകൾക്കും തയ്യാറല്ലെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക മേഖല അതൊരു ഡെഡ് എക്കോണമിയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇതിനും മറുപടിയായിട്ട് നരേന്ദ്രമോദി രംഗത്തെത്തിയിരുന്നു. ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്നൊരു മറുപടി അദ്ദേഹം നൽകിയിരുന്നു. ഇത്തരത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും രണ്ട് നേതാക്കൾ തമ്മിലുള്ള വാഗ്വാദങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയുടെ ആരോപണങ്ങൾക്ക് ശക്തമായിട്ടുള്ള മറുപടി കൊടുത്തിരുന്നു. അമേരിക്ക ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ആക്ഷേപങ്ങളെല്ലാം നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം വെച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ ഒരു ആടി ഉലഞ്ഞു നിൽക്കുന്ന സമയത്താണ് മോദിയുടെ അമേരിക്കൻ സന്ദർശനം എന്നുള്ളത് നിർണായകമാണ്. യുണൈറ്റഡ് നേഷൻസിന്റെ ജനറൽ അസംബ്ലി പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത മാസം സെപ്റ്റംബർ അവസാനത്തോടെ അദ്ദേഹം അമേരിക്കയിൽ എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം അദ്ദേഹം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ള സൂചനയാണ് നമുക്കിപ്പോൾ നിലവിൽ ലഭിക്കുന്നത്. കൂടിക്കാഴ്ചയിൽ സ്വാഭാവികമായിട്ടും ഇരു രാജ്യങ്ങൾക്കിടയിലെ വ്യാപാര കരാറും ചർച്ചയാകും. ഇപ്പോൾ ഈ മാസം അവസാനത്തോടുകൂടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള 6ാം ഘട്ട വ്യാപാര കരാർ ചർച്ചയാകുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഓഗസ്റ്റ് 25-ന് അമേരിക്കൻ പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. ഇതിനു മുൻപ് ഈ ഇരു രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നതിന് മുൻപ് ഈ വ്യാപാര കരാറിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം രണ്ട് നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ അതായത് ഇതിനു മുൻപ് മിഷൻ 500 എന്ന് പറയുന്ന ഒരു കാര്യം പ്രഖ്യാപിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ 2030 $500 ബില്യൺ വ്യാപാരം ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഉണ്ടാക്കണമെന്നൊരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഊഷ്മളമായിട്ടുള്ള ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചയായിരിക്കും അപ്പോൾ നടക്കാൻ സാധ്യതയുള്ളത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ഒരു വ്യാപാര കരാറിലുള്ള ഒരു സമന്വയം അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇന്ത്യ അമേരിക്കയുമായി യാതൊരു വിട്ടുവീഴ്ചകൾക്കും തയ്യാറല്ലെന്ന് ഇപ്പോൾ ഉറപ്പിച്ച് തന്നെ പറയുകയാണ്. എന്നാൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ തീരുവ നയത്തിൽ ഇന്ത്യക്ക് നിരവധി പ്രതിസന്ധികളുമുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിലും ഇപ്പോൾ രണ്ട് രാഷ്ട്രത്തലവന്മാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയാലും ഇന്ത്യൻ താല്പര്യങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് വ്യക്തമാകുന്നത്. ആര്യ, തീർച്ചയായും അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. അജയ്, തുടരുക. അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട്, അതിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. യുക്രൈൻ ഭൂമി റഷ്യയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള സമാധാന ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. യുദ്ധം അവസാനിപ്പിക്കാൻ പുടിനുമായി ഭൂമി കൈമാറ്റം സംബന്ധിച്ച ചർച്ചകൾ നടത്തിയേക്കാമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ പ്രതികരണം. വെള്ളിയാഴ്ചയാണ് അലാസ്കയിൽ വെച്ച് പുടിനും ട്രംപും കൂടിക്കാഴ്ച നടത്തുക. അജയ് സുധാ ബിജു തുടരുന്നുണ്ട്. അജയ്, ഇപ്പോൾ പ്രധാനപ്പെട്ട ഒന്ന്, ത്രികക്ഷി ചർച്ചയല്ല നടക്കാൻ പോകുന്നത്, പുടിനും ട്രംപും മാത്രമുള്ള ചർച്ചയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ പുടിനെ ഈ വിഷയത്തിൽ അനുനയിപ്പിക്കുക എന്നുള്ള ഒരു വിഷയം മുന്നിൽ നിൽക്കുമ്പോഴാണിതാ സെലൻസ്കിയുടെ നയം അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഭൂമി വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സമാധാന ചർച്ചയ്ക്കും ഇല്ല എന്നുള്ളത്. അപ്പോൾ പുടിൻ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? ഈ ചർച്ചകൾ വീണ്ടും വഴിമുട്ടുമോ? വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തില്ലേ എന്നുള്ള ആശങ്ക വീണ്ടും കൂടുകയാണോ? ആര്യ, മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി ഇടപെട്ടുകൊണ്ടുള്ള ഒരു മാടമ്പി നയം അല്ലെങ്കിൽ ഒരു ലോക പോലീസ് മേധാവിത്വം, ഇതെല്ലാം അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഇതാദ്യമായിട്ടല്ല നടത്തുന്നത്. ഇതിനു മുൻപ് പല ഇപ്പോൾ യുദ്ധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഇദ്ദേഹം ഇതുപോലെയുള്ള ഒരു പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു എടുത്തുചാട്ടത്തിൻ്റെ ഭാഗമായിട്ടാകണം അദ്ദേഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചയിൽ, അലാസ്കയിൽ വെച്ച് നടക്കാൻ പോകുന്ന ചർച്ചയിൽ ഭൂമി കൈമാറ്റം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ചയിൽ വന്നേക്കാം എന്നുള്ള ഒരു പ്രസ്താവന നടത്തുന്നത്. ഈ ഒരു കാര്യം പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ഇപ്പോൾ നിലവിൽ യുക്രൈൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ സെലൻസ്കി ചെയ്യുന്നത്. ഇതിനു മുൻപ് തന്നെ നിരവധി ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ യുക്രൈൻ്റെ ഭൂമി അത് റഷ്യക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഒരു വെടിനിർത്തൽ ചർച്ചകളിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കും എന്നുള്ള കാര്യമെല്ലാം വ്ളാഡിമിർ പുടിൻ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും യുക്രൈൻ്റെ കിഴക്കൻ മേഖലയിലുള്ള ഡോൺബോസ് ഭൂമി അത് തന്നെയാണ് റഷ്യ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനു മുൻപ് റഷ്യൻ ഇൻവേഷൻ ഉണ്ടായപ്പോൾ അവർ ആദ്യം പിടിച്ചടക്കിയത്
കീഴടക്കിയത് ഈ ഡോൺബോസ് മേഖലയായിരുന്നു. ഈ ഡോൺബോസ് മേഖലയെ റഷ്യയ്ക്ക് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുക എന്നുള്ളൊരു ആവശ്യമായിരിക്കും പ്രധാനമായിട്ടും പുടിൻ ഉന്നയിക്കാൻ പോകുന്നത്. ചിലപ്പോൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആകണം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ ഭൂമി കൈമാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നേക്കാം എന്നൊരു സൂചന നൽകിയത്. ഇപ്പോൾ ഇതിനു മുൻപ് സെലൻസ്കിയെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾക്ക് നിരവധി വിമർശനങ്ങളുണ്ടായിരുന്നു. സെലൻസ്കി തന്നെ ഈ ഒരു ചർച്ചകൾക്ക് തങ്ങൾ കൂടി ഇല്ലാതെ നടക്കുന്ന ഈ ഒരു ചർച്ചകളിൽ ആശങ്കയുണ്ടെന്നും ഏതെങ്കിലും തരത്തിൽ ഈ യുക്രൈന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കരാറിലേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സെലൻസ്കിയുടെ ഈ ഒരു ആശങ്കകൾക്ക് പരിഹാരം എന്നോണം ഇന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹവുമായി ഒരു അനൗദ്യോഗികമായി ഒരു ചർച്ച നടത്താനുള്ള സാധ്യതയുണ്ട്. ടെലിഫോൺ വഴിയായിരിക്കും ഈ ചർച്ച നടത്തുക. അതിനു മുൻപ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ആദ്യ പടി എന്നോണം പുടിനുമായി സംസാരിച്ച് റഷ്യയുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം സെലൻസ്കിയുമായി അടുത്ത ഘട്ടത്തിൽ ഔദ്യോഗികമായി തന്നെ ഒരു ചർച്ച നടത്താനാണ് അമേരിക്കയുടെ പുതിയൊരു നീക്കമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ഈ പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയും നിർണായകം തന്നെയാണ്. കാര്യം 2021 ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു റഷ്യൻ രാഷ്ട്രത്തലവനും അമേരിക്കൻ രാഷ്ട്രത്തലവനും തമ്മിൽ ഒരു ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തുന്നത്. ആര്യ, തീർച്ചയായും അജയ് സുധ ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. അജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ അലാസ്കയിൽ വെച്ച് നടക്കാൻ പോകുന്ന പുടിൻ ട്രംപ് കൂടിക്കാഴ്ച വലിയ ആകാംക്ഷയോടെയാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. കാരണം ഇത് യുക്രൈൻ റഷ്യ യുദ്ധത്തിന് ഒരു അവസാനം കണ്ടെത്തുമോ എന്നുള്ള വലിയ ആകാംക്ഷയുണ്ടായിരുന്നു. അങ്ങനെ കണ്ടെത്തട്ടെ എന്നുള്ള വലിയ പ്രത്യാശയും സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരും മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ അതിനിടയിൽ ട്രംപിന്റെ ചില പരാമർശങ്ങൾ അത് വീണ്ടും സെലൻസ്കിയെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഭൂമി വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സമാധാന ചർച്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളത് സെലൻസ്കി ആവർത്തിച്ച് പറയുമ്പോൾ അത് ഈ ട്രംപും പുടിനുമായി നടക്കാൻ പോകുന്ന സമാധാന ചർച്ചകളെ അത് പ്രതികൂലമായി ബാധിക്കുമോ എന്നുള്ള വലിയ ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യമാണ്. എന്തായാലും സെലൻസ്കിയും ട്രംപും ഇന്ന് അനൗദ്യോഗികമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ സമയം ഏതെങ്കിലും തരത്തിൽ ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. പാർട്ടിയുടെ സാമൂഹ്യ മാധ്യമ ഇടപെടൽ പരാജയമാകുന്നുവെന്ന് CPM-ൽ വിമർശനം. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം MV നികേഷ് കുമാറിനാണ് നവമാധ്യമ പ്രചാരണത്തിന്റെ ചുമതല. പാർട്ടിക്ക് പ്രതിരോധം തീർക്കലും സർക്കാരിന്റെ നേട്ടങ്ങളും പ്രചരണവും നേരത്തെ ഉള്ളത്ര പോലും കാര്യക്ഷമമാക്കാൻ നികേഷിന് കഴിയുന്നില്ല എന്നാണ് വിമർശനം. നികേഷ് കുമാറിന് പാർട്ടി നൽകുന്ന അലവൻസിന്റെ കാര്യത്തിലും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പാർട്ടി പത്രവും ചാനലും കൊണ്ട് മാത്രം പാർട്ടി വിരുദ്ധ പ്രചരണങ്ങളെ ചെറുക്കാൻ കഴിയില്ലെന്ന് CPM നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ പാർട്ടിയുടെ പേരിൽ പോരിനിറങ്ങുന്ന സൈബർ സംഘങ്ങൾ ഉണ്ടാക്കിയത് ഗുണത്തെക്കാളേറെ ദോഷം. പോരാളി ഷാജിമാരും കടന്നൽ കൂട്ടങ്ങളുമൊക്കെ CPM-ന് ബാധ്യതയായി. അതോടെയാണ് സാമൂഹ്യ മാധ്യമ ഇടപെടലിന് കേന്ദ്രീകൃത സംവിധാനം CPM ആലോചിച്ചത്. മാധ്യമപ്രവർത്തനം മതിയാക്കി പാർട്ടിയിലേക്ക് വന്ന MV നികേഷ് കുമാറിനെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. സാമൂഹ്യ മാധ്യമ പ്രചരണ വിഭാഗത്തിന് ചുമതല നൽകി AKG സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നിർദ്ദേശിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രത്യേക താൽപര്യമായിരുന്നു ഇതിനു പിന്നിൽ. ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കും മുമ്പ് തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നികേഷ് കുമാർ സാമൂഹ്യ മാധ്യമ പ്രചരണം ഏകോപിപ്പിക്കാനെത്തി. നീലപ്പെട്ടി വിവാദവും പത്രപരസ്യങ്ങളും അടക്കം തൊട്ടതെല്ലാം പാളി. അനുകൂലമാകേണ്ടിയിരുന്ന രാഷ്ട്രീയ സാഹചര്യം എതിരായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പായിരുന്നു നികേഷ് കുമാറിന്റെ അടുത്ത പരീക്ഷണ വേദി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മത്സരിച്ചിട്ടും വലിയ പരാജയമാണ് അവിടെയും CPM-നെ കാത്തിരുന്നത്. വോട്ട് കണക്കിൽ മാത്രമല്ല സാമൂഹ്യ മാധ്യമ പ്രചരണങ്ങളിലും CPM പിന്നിലായി. തെരഞ്ഞെടുപ്പ് രംഗത്തെ ഓളം സാമൂഹ്യ മാധ്യമങ്ങളിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞെന്ന അഭിപ്രായം സ്ഥാനാർത്ഥിയായിരുന്ന M സുരാജിന് പോലും ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇത് സംബന്ധിച്ച വിമർശനം ഉയർന്നിരുന്നു. നികേഷിനെ സഹായിക്കാൻ വലിയൊരു സംഘം AKG സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനായി CPM ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്നുമുണ്ട്. പക്ഷേ ഒന്നും ഫലം ചെയ്യുന്നില്ലെന്നും മുൻപത്തേക്കാൾ മോശമായി എന്നുമാണ് പാർട്ടി നേതൃത്വത്തിലെ വലിയൊരു വിഭാഗത്തിന്റെ അഭിപ്രായം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ പ്രതിപക്ഷ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനും സൈബർ സംഘം പരാജയപ്പെട്ടെന്ന വിലയിരുത്തലുണ്ട്. ഈ പോരായ്മകൾ മറികടക്കാനാണ് പാർട്ടിക്ക് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ CPM അനുകൂല നിലപാടെടുക്കുന്ന വ്യത്യസ്ത മേഖലകളിലെ 10,000 പേരുടെ കൂട്ടായ്മയ്ക്ക് പാർട്ടി ശ്രമം തുടങ്ങിയത്. മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകർക്ക് CPM അലവൻസ് നൽകാറുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗമായ നികേഷ് കുമാറും പൂർണ്ണസമയ പ്രവർത്തകനാണ്. എന്നാൽ അദ്ദേഹത്തിന് വൻതുക അലവൻസായി നൽകുന്നു എന്ന ആക്ഷേപവുമുണ്ട്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. നാളെ, അതായത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ തലേ ദിവസം ഓഗസ്റ്റ് 14-ാം തീയതി
സർവകലാശാലകളിൽ ഈ വിഭജന ഭീതി ദിനമായി ആചരിക്കണം എന്നുള്ള ഗവർണറുടെ ഒരു സർക്കുലർ വന്നിരുന്നു. ഈ സർക്കുലറിനെതിരെ SFI ഇന്ന് ക്യാമ്പസുകളിൽ വലിയ രീതിയിൽ പ്രതിഷേധം അറിയിക്കുമെന്നുള്ളതാണ്. ഗവർണറുടെയും കണ്ണൂർ കേരള VC-മാരുടെ കോലവും കത്തിച്ചാകും പ്രതിഷേധം. ഓഗസ്റ്റ് 14-ന് കോളേജുകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കാനായിരുന്നു ഗവർണറുടെ നിർദ്ദേശം. ജാതി മാറ്റ തട്ടിപ്പിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. ലത്തീൻ സർട്ടിഫിക്കറ്റ് വാങ്ങി മറ്റുള്ളവർ സംവരണ ആനുകൂല്യം തട്ടിയെടുക്കുന്നത് അംഗീകരിക്കാനാകില്ല. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് കുമ്മനം രാജശേഖരന്റെ പ്രതികരണം. 6600 കോടി രൂപയുടെ ധനസഹായം കേന്ദ്ര സർക്കാർ പട്ടികജാതി സഹോദരങ്ങൾക്ക് വേണ്ടി കേരള ഗവൺമെന്റ് നൽകുമ്പോൾ അതിൽ ഒരു രൂപ പോലും വകമാറ്റി ചെലവഴിക്കാനോ തട്ടിപ്പ് നടത്താനോ ഒന്നും ഈ സർക്കാരിന് യാതൊരു വിധത്തിലും അധികാരമില്ല. ഏറ്റവും വലിയൊരു പട്ടികജാതി ദ്രോഹമാണ് ഈ സർക്കാർ നടത്തുന്നത്. ഇത് സഹിക്കാനോ ക്ഷമിക്കാനോ പൊറുക്കാനോ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാവുകയില്ല. കാരണം ഇത്രയധികം പണം ഈ സഹോദരങ്ങൾക്ക് ലഭിക്കേണ്ടത് നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പട്ടികജാതി ദ്രോഹമാണ്, പട്ടികജാതി വിരുദ്ധ നയമാണ് ഈ സർക്കാരിൻ്റെ. താരസംഘടനയായ അമ്മയുടെ തലപ്പത്തേക്ക് ആര് എന്നറിയാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കി. വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത ആവേശം നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇത്തവണ നടക്കുന്നത്. വോട്ടർമാരുടെ പട്ടികയിലുമുണ്ട് ചില കൗതുകങ്ങൾ. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എത്രത്തോളം ആവേശമുണ്ടോ അത് തന്നെയാണ് ഈ അമ്മ തെരഞ്ഞെടുപ്പിലും കാണുന്നത്. സംഘടനയുടെ 31 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും അധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. വെറും മത്സരമല്ല, പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ച ഒരു ഗ്ലാമർ മത്സരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതു മുതൽ തുടങ്ങിയതാണ് താരസംഘടനയായ അമ്മയുടെ കഷ്ടകാലം. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ പുറത്തു കാണുന്ന ഗ്ലാമറല്ല പല താരങ്ങൾക്കും സിനിമയ്ക്കുള്ളിലുമെന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞു. ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെയും ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനെതിരെയും ലൈംഗികാരോപണ പരാതി ഉയർന്നു. പുതിയ ഭരണസമിതി അധികാരത്തിലെത്തി 2 മാസം തികയും മുൻപ് തന്നെ പിരിച്ചുവിടേണ്ടി വന്നു. അമ്മ പ്രസിഡന്റായിരുന്ന മോഹൻലാൽ കേട്ട പഴി ചെറുതൊന്നുമല്ല. ജനറൽ ബോഡി ചേർന്ന് ശബ്ദ വോട്ടോടെ ഭരണസമിതിയെ കണ്ടെത്തിയിരുന്ന സംഘടന അങ്ങനെ ജനാധിപത്യപരമായി ഇത്രയും അധികം പേർ സ്ഥാനാർത്ഥികളായി മത്സരിച്ച് തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു. ഇനി തലപ്പത്തേക്ക് സ്ത്രീകൾ വരട്ടെ എന്ന ആവശ്യം ശക്തമായി തന്നെ ഉയർന്നു. അതോടൊപ്പം ആരോപണ വിധേയർ മത്സരിക്കരുത് എന്ന ഒരു വിഭാഗം ആളുകളുടെ പരസ്യ പ്രസ്താവന കൂടി വന്നതോടെ നടൻ ബാബുരാജിന്റെ മോഹങ്ങൾ അങ്ങനെ അവസാനിച്ചു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും മത്സരം ഉറപ്പിച്ചു. പിന്നാലെ വരുന്നു ഗുരുതര ആരോപണങ്ങൾ. ഇത്രയും നാൾ ആരും കേൾക്കാത്ത ഒരു മെമ്മറി കാർഡ് വിവാദം കുക്കു പരമേശ്വരനെ സംശയനിഴലിലുമാക്കി. അശ്ലീല സിനിമകളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്ന ശ്വേതാ മേനോനെതിരെ കോടതിയിൽ ഒരു കേസും. ഇവരെ ആരോപണ വിധേയരാക്കാൻ ശ്രമിക്കുകയാണോ എന്നതായി അടുത്ത ചോദ്യം. പക്ഷെ പലപ്പോഴും നമ്മൾ കുക്കുവിനോട് ചോദിക്കുമ്പോൾ കുക്ക് പറയുന്നത് സേഫായിട്ട് കയ്യിലുണ്ട്, അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഒരു പേരോട് പറഞ്ഞ് ഇടവേള ബാബുവിനെ ഏൽപ്പിച്ചു എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞ്. പക്ഷെ അതിനുശേഷം പിന്നീട് ഇതിനെപ്പറ്റി വേണ്ടൊരു പറച്ചിലുണ്ടായില്ല. ആ ഹാർഡ് ഡിസ്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ സാധനം നമുക്ക് കിട്ടണം, നമുക്കത് കണ്ടിരിക്കണം. നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാൻ ഇത് വെറുതെ കളയേണ്ട ഒരു കാസറ്റോ അല്ലെങ്കിൽ വേറൊരു സാധനമോ ത്രൂ വലിച്ചെറിയേണ്ട സാധനമല്ല ഇത്. ഒരാള് ഇതിനകത്ത് സ്ഥാനാർത്ഥിയാകാൻ നിന്നപ്പോഴത്തേക്ക് അയാളെ വിളിച്ചിട്ട് കുക്കു പരമേശ്വരൻ പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾ സ്ഥാനാർത്ഥി ആവരുത്, കേട്ടോ, മറ്റേ സംഭവം പൊക്കിക്കൊണ്ടുവരും. ഇതിപ്പോ കുക്കു കൊടുത്തതിന് ശേഷം ഞാൻ അവരുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടു. ഞങ്ങൾ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്, കുക്കു കൊടുത്തു. അവര് കേസ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം മാധ്യമങ്ങളിൽ വന്ന് സംസാരിച്ചത് എന്തായിരുന്നു അവരുടെ നേട്ടം? അത് തന്നെ കള്ളി വിളിച്ചെത്താവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സ്ഥാനാർത്ഥികളോ അംഗങ്ങളോ ഇനി മാധ്യമങ്ങളോട് മിണ്ടിപ്പോകരുതെന്ന അന്ത്യശാസനം ഒടുവിൽ വരണാധികാരിക്ക് ഇറക്കേണ്ടിയും വന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ചില പൊട്ടിത്തെറികളും വെളിപ്പെടുത്തലുകളും ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. ഇനി തിരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ പട്ടികയിലെ ചില കൗതുകങ്ങളും കൂടി നോക്കാം. 507 അംഗങ്ങളുണ്ട് മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ. തിരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ പട്ടികയിലെ ആദ്യ പേരുകാരൻ തമിഴ്നാട്ടുകാരൻ അബ്ബാസ്. ബോളിവുഡ് നടി തബുവും
തെലുങ്ക് സൂപ്പർ സ്റ്റാർ നെപ്പോളിയനും തമിഴ് താരങ്ങളായ പാർത്ഥിപനും തലൈവാസൽ വിജയും 2 മലയാള സിനിമയിൽ മാത്രം അഭിനയിച്ചിട്ടുള്ള ഗായിക വസുന്ധര ദാസും അമ്മയിലെ അംഗങ്ങളാണ്. അടുത്തിടെ താരസംഘടന വിശിഷ്ടാംഗത്വം നൽകിയ ഉലകനായകൻ കമൽഹാസനും വോട്ടുണ്ട്. സിനിമയിൽ നിന്നും VRS എടുത്തിട്ട് വർഷങ്ങളായെങ്കിലും ശാലിനി അജിത്തിന് ഇപ്പോഴും അമ്മയിൽ വോട്ടുണ്ട്. ഇവരൊക്കെ വന്നാൽ അമ്മയ്ക്കായി ഒരു വോട്ടിടാം. ന്യൂസ് 18 കൊച്ചി. എന്തായാലും നവമി ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ആവേശോജ്വലമായിട്ടുള്ള പ്രചാരണത്തിനാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടത്. അത് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെയുള്ള വിഴുപ്പലക്കലുകൾ ഉണ്ടായിരുന്നു, പരസ്പര ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, വാഗ്വാദങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും അതിനൊക്കെ ശേഷം ഇപ്പോൾ 2 ദിവസത്തിനകം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ആരാകും ഇനി അമ്മയുടെ തലപ്പത്ത്? ഈ ജനാധിപത്യ രീതിയിലൂടെ ആ പദവിയിലേക്ക് ആരെത്തും എന്നുള്ള ആകാംക്ഷ ഇനി എല്ലാവർക്കുമുണ്ട്. സാധാരണ മലയാളി പ്രേക്ഷകരും ആ ആകാംക്ഷയോടെ തന്നെ ഇരിക്കുകയാണ്. ഇന്ത്യ സിംഗപ്പൂർ 3-ാം റൗണ്ട് മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് ഡൽഹിയിൽ തുടങ്ങും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. സിംഗപ്പൂർ പ്രതിനിധി സംഘത്തെ ഉപപ്രധാനമന്ത്രിയും വ്യാപാര വ്യവസായ മന്ത്രിയുമായ ഗ്യാൻ കിങ് യോങ് നയിക്കും. കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ, നിർമ്മല സീതാരാമൻ, പീയൂഷ് ഗോയൽ, അശ്വിനി വൈഷ്ണവ് എന്നിവർ ചർച്ചകളിൽ പങ്കെടുക്കും. വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കണ്ണൂർ പടിയൂരിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. ആഫ്രിക്കൻ പന്നിപ്പനി മനുഷ്യരിലേക്ക് പകരില്ല, പന്നികളെ മാത്രമാണ് ഇത് ബാധിക്കുന്നത്. പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തിരുവനന്തപുരം ഈഞ്ചക്കലിൽ നൈറ്റ് പെട്രോളിംഗിനിടെ കൈ കാണിച്ചിട്ട് നിർത്താതെ പോയ ബൈക്ക് യാത്രികരെ പോലീസ് പിന്തുടർന്നെത്തി ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയുമായി യുവാക്കൾ രംഗത്ത്. ഗുരുതരമായി പരിക്കേറ്റ കല്ലറ സ്വദേശികളായ യുവാക്കൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം അപകടത്തിൽ പരിക്കേറ്റ് റോഡരികിൽ കിടന്ന യുവാക്കളെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം. കഴിഞ്ഞ 6-ാം തീയതി പുലർച്ചെ മുട്ടത്തറ ബൈപ്പാസിന് സമീപം വാഹന പരിശോധന നടത്തുകയായിരുന്ന ഫോർട്ട് പോലീസ് കൈ കാണിച്ചിട്ട് നിർത്താതെ പോയതിനെ തുടർന്ന് ഇരുചക്ര വാഹനത്തിലെ യാത്രക്കാരായിരുന്ന ദിബിനെയും വിശാഖിനെയും കനമുള്ള വസ്തു കൊണ്ട് പിന്നിൽ നിന്ന് എറിഞ്ഞ ശേഷം പോലീസ് വാഹനത്തിലെത്തി ബൈക്ക് ഇടിച്ചിട്ട ശേഷം സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. ക്രൂരമർദ്ദനത്തിൽ തലയോട്ടിക്ക് പരിക്ക് പറ്റിയെന്നും ദിബിന്റെ കൈ അടിച്ചൊടിച്ചെന്നുമാണ് കുടുംബത്തിന്റെ ആക്ഷേപം. അവര് നല്ലോണം തല്ലി അവിടെ വെച്ച്. അവർ 3 പേരുണ്ടായിരുന്നു. ഞാനും എന്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. എന്റെ കൈ പിടിച്ചു വെച്ചിട്ട് നല്ലോണം ഷോൾഡറിലും തലയിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഹെൽമെറ്റോട് കൂടി കുറെ തറയിട്ട് ചവിട്ടി. കാലില് എന്തോ വെച്ച് അടിക്കുകയാണ്, വലുതായിട്ട് അടിക്കുകയാണ്. കറക്റ്റ് തലയിൽ അടിയിട്ടപ്പോ തന്നെ ബോധം പോയാണ്. ഒരുപാട് തല്ലായിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കുടുംബം പരാതി നൽകി. അതേസമയം പരാതിയെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: 6-ാം തീയതി പുലർച്ചെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഈഞ്ചക്കലിന് സമീപം വാഹനാപകടം ഉണ്ടായെന്ന് ഫോൺ സന്ദേശം ലഭിച്ചു. തുടർന്ന് ഫോർട്ട് പോലീസ് സ്ഥലത്തെത്തി. ഈഞ്ചക്കൽ സർവീസ് റോഡിന് സമീപം ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു കിടന്ന ബൈക്ക് യാത്രക്കാരെ 108 ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചെന്നുമാണ് പോലീസ് ഭാഷ്യം. യുവാക്കൾ മദ്യപിച്ചിരുന്നതായും അപകടമുണ്ടായ സമയത്ത് നാട്ടുകാർ ഉൾപ്പെടെ സ്ഥലത്തുണ്ടായിരുന്നതായും പോലീസ് പറയുന്നു. സംഭവം വിവാദമായതോടെ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് നിജസ്ഥിതി ഉറപ്പുവരുത്താനുള്ള നീക്കത്തിലാണ് സിറ്റി പോലീസ്. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് തിരുവേഗപ്പുറ തൂതപ്പുഴ കാലടിക്കുന്നിൽ റെഗുലേറ്റർ നിർമ്മാണത്തിന് തുടക്കമായി. കുടിവെള്ള വിതരണവും കാർഷിക ജലസേചനവും ലക്ഷ്യമിട്ടാണ് തടയണ നിർമ്മിക്കുന്നത്. 25 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പദ്ധതി. വേനലിൽ ജലക്ഷാമം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് പാലക്കാട് തിരുവേഗപ്പുറ പഞ്ചായത്തിനെയും മലപ്പുറം ഇരുമ്പിളിയം പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് തൂതപ്പുഴയിൽ റെഗുലേറ്റർ നിർമ്മിക്കുന്നത്. വേനൽ തുടങ്ങിയാൽ തിരുവേഗപ്പുറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ്. തിരുവേഗപ്പുറ സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായ വെള്ളത്തിനായി പുഴയിൽ താൽക്കാലിക തടയണ കെട്ടിയാണ് ജലലഭ്യത ഉറപ്പുവരുത്തിയിരുന്നത്. എന്നാൽ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്താത്ത പ്രശ്നവും ഉണ്ടായിരുന്നു. ഇതിന് പരിഹാരം കാണുകയാണ് റെഗുലേറ്റർ നിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. 2 പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിലൂടെ ഒരു നടപ്പാത രൂപപ്പെടുത്താൻ കഴിയുമ്പോൾ സഞ്ചാരത്തിനും കൂടി സൗകര്യപ്രദമായ രീതിയിൽ ഇരു പഞ്ചായത്തുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഫുട് ബ്രിഡ്ജാണ് തീരുന്നത്. ഏതാണ്ട് 110 മീറ്റർ നീളമുള്ള ഈ ബ്രിഡ്ജ് 12 മീറ്റർ വീതിയുള്ള 8 ഷട്ടറുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം 1.5 മീറ്റർ വീതിയിൽ ആണ് ഫുട് ബ്രിഡ്ജിന്റെ നിർമ്മാണം.
25 കോടി രൂപ ചെലവഴിച്ചുള്ള പദ്ധതിയുടെ നിർമ്മാണ ചുമതല കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനാണ്. റെഗുലേറ്റർ, നടപ്പാലം, ഏപ്രൺ, ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോം, പ്രവേശന റോഡ്, ജനറേറ്റർ മുറി, പുഴയോര സംരക്ഷണ പ്രവർത്തനം എന്നിവയാണ് നടപ്പാക്കുന്നത്. കൈവരികൾ ഉൾപ്പെടെ 1.5 മീറ്റർ വീതിയുള്ള നടപ്പാലമാണ് നിർമ്മിക്കുക. 2.5 മീറ്റർ വീതിയുള്ള ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോമും ഷട്ടറുകളുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിനായിട്ടാവും ഉണ്ടാവുക. പദ്ധതി പൂർത്തിയാകുന്നതോടെ 110 മീറ്റർ നീളവും 112 മീറ്റർ വീതിയുമുള്ള 8 ഷട്ടറുകളിലായി 3 മീറ്റർ ഉയരത്തിൽ വെള്ളം സംഭരിക്കാൻ സാധിക്കും. ഇത് 444 ഹെക്ടർ ഭൂമിയിൽ ജലസേചനം സാധ്യമാക്കും. വേനൽക്കാലത്തെ കുടിവെള്ളക്ഷാമം നേരിടുന്നതിനും കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനും ഇത് സഹായകമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 പാലക്കാട്. പട്ടാമ്പിയിൽ EMS പാർക്ക് നാടിന് സമർപ്പിച്ചു. മാനസികോല്ലാസത്തിനും വിശ്രമത്തിനും ഉതകുന്ന രീതിയിലാണ് നിർമ്മാണം. 1.5 കോടി രൂപ ചെലവിട്ടാണ് നിർമ്മാണം. ഒഴിവുവേളകൾ ചിലവഴിക്കാനും ഉല്ലസിക്കാനും ഒരിടം വേണമെന്ന പട്ടാമ്പിക്കാരുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് യാഥാർത്ഥ്യമായത്. ഭാരതപ്പുഴയോരത്ത് പ്രകൃതിയോടിണങ്ങിയാണ് പട്ടാമ്പി EMS പാർക്ക്. നഗരമധ്യത്തിൽ 75 സെന്റ് സ്ഥലത്താണ് പാർക്ക് നിർമ്മിച്ചത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ആദ്യഘട്ടത്തിൽ 90 ലക്ഷവും രണ്ടാം ഘട്ടത്തിനായി 50 ലക്ഷവുമാണ് വകയിരുത്തിയത്. ഉത്സവാന്തരീക്ഷത്തിൽ പാർക്ക് നാടിന് സമർപ്പിച്ചു. കുട്ടികൾക്കും സമ്പൂർണ്ണമായ കായികക്ഷമതയുടെ കുറവ് അനുഭവപ്പെടുകയാണ്. ആവശ്യമായ കളിസ്ഥലത്തിൻ്റെ അഭാവവും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഉതകുന്ന രീതികളിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ള സംശയം. കമ്പ്യൂട്ടറുകളും IT രംഗത്തെ മാറ്റങ്ങളും വിവര സാങ്കേതിക രംഗത്തെ ഉയർന്ന ചിന്തകളുമെല്ലാം എത്രത്തോളം നല്ലതാണെന്ന് ചിന്തിക്കുന്ന പോലെ തന്നെയാണ് കായിക രംഗത്തെ പുരോഗതിക്ക് അടിസ്ഥാനമായി കളിക്കളം മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് നമ്മൾ അതിജീവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായ ലഹരിയും മയക്കുമരുന്നുമാണ്. അത് കുട്ടികളിൽ എങ്ങനെയാണ് ഇങ്ങനെ ആശങ്കപ്പെടുത്തുന്നത്? അവരെന്തിനാണ് ഇത്ര ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്? അവരെ എൻഗേജാക്കാൻ നമുക്ക് കഴിയുന്നില്ല. ചെറുപ്രായത്തിലുള്ള ആൾക്കാരെ, യുവാക്കൾക്ക് വൈകുന്നേരം ഒരു കളിസ്ഥലത്തിൽ പോകാൻ, ഒരു പാർക്കിൽ പോകാൻ, ഒന്ന് സല്ലപിക്കാൻ ഉള്ള സന്തോഷപ്രദമായ അനുഭവങ്ങൾക്കുള്ള അനുഭൂതികൾക്ക് നിറവേറ്റാൻ കഴിയുന്ന അവസരമില്ല. അത് നമുക്ക് തിരിച്ചു പിടിക്കണം. വിവിധ വർണ്ണങ്ങളിലുള്ള ഗ്രില്ലുകൾ, നടപ്പാത, കവാടം എന്നിവ പൂർത്തിയായി. മരങ്ങൾ വെച്ചുപിടിപ്പിക്കൽ, സെൽഫി പോയിന്റ്, കുട്ടികളുടെ പാർക്ക്, ഓപ്പൺ ജിം എന്നിവയാണ് പാർക്കിൽ സജ്ജമായത്. ഉല്ലാസത്തോടൊപ്പം പ്രഭാത സായാഹ്ന സവാരിക്കും നിരവധി ആളുകൾ പാർക്കിലെത്തുന്നുണ്ട്. ന്യൂസ് 18 പാലക്കാട്. പത്തനംതിട്ട കോന്നിയിൽ വനം വകുപ്പിന്റെ തേക്ക് തടികൾക്കായി ആവശ്യക്കാർ വർദ്ധിക്കുന്നു. 60 വർഷം പഴക്കമുള്ള തേക്ക് തടികളാണ് ഇവിടെയുള്ളത്. ആവശ്യമുള്ളവർക്ക് തടികൾ ലേലത്തിലൂടെയും ചില്ലറ വിൽപ്പനയിലൂടെയും വാങ്ങാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. തേക്ക് തടിക്ക് പേരുകേട്ട സ്ഥലമാണ് നിലമ്പൂർ. എന്നാൽ നിലമ്പൂർ തേക്കിനേക്കാൾ ഉറപ്പും ഗുണനിലവാരമുള്ള തേക്ക് തടി ലഭിക്കുന്നത് വനംവകുപ്പിന്റെ കോന്നി ഡിപ്പോയിലാണെന്നാണ് വ്യാപാരികൾ പറയുന്നത്. 60 വർഷം പഴക്കമുള്ള തടികളാണ് ഇവിടെ മുറിച്ചു വിൽക്കുന്നത്. വിവിധ തരത്തിലുള്ള തടികൾ ലഭിക്കുന്നതിനാൽ ആവശ്യക്കാരും കൂടുതലാണ്. തേക്ക് തടിയുടെ വിൽപ്പന വർദ്ധിച്ചതോടെ വനംവകുപ്പിന്റെ വരുമാനവും വർദ്ധിച്ചു. കോൺട്രാക്ടർമാരും അത് വൻതോതിൽ അവരെടുക്കും. വീട്ടുകാർക്ക് 8 ക്യൂബിക് മീറ്റർ വരെ എടുക്കാം. ചില്ലറ വിൽപ്പനയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ചില്ലറ വിൽപ്പനയാണെങ്കിൽ അവർക്ക് 5 ക്യൂബിക് മീറ്റർ വരെ എടുക്കാം വീട്ടാവശ്യത്തിന്. ഇതര ജില്ലകൾക്ക് പുറമെ പുറത്തു നിന്നും ആവശ്യക്കാർ തേക്ക് തടിക്കായി വനംവകുപ്പിന്റെ കോന്നിയിലെ അരുവാപ്പലം ഡിപ്പോയിൽ എത്തുന്നുണ്ട്. നിലമ്പൂരും കോന്നിയിലുമാണ് പ്രധാനമായും തേക്ക് തടിക്കായി ആവശ്യക്കാർ എത്തുന്നത്. വീട് നിർമ്മാണത്തിനുള്ള തടിയുടെ ചില്ലറ വിൽപ്പനയും ഇവിടെയുണ്ട്. വീട് നിർമ്മാണത്തിനുള്ള ആവശ്യക്കാർ അനുമതി പത്രം, കെട്ടിടത്തിൻ്റെ പ്ലാൻ, സ്കെച്ച്, തിരിച്ചറിയൽ രേഖ, പാൻ കാർഡ് എന്നീ രേഖകളുമായി വേണം തടി വാങ്ങാൻ ഡിപ്പോയിലെത്തേണ്ടത്. ലേലത്തിലൂടെയാണ് വ്യാപാരികൾ മൊത്തമായി തടികൾ വാങ്ങുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. കാഴ്ചക്കാരിൽ കൗതുകമുണർത്തി ഇരട്ടത്തലയുള്ള തെങ്ങ്. കാസർഗോഡ് വലിയ പറമ്പ ഇടയിലക്കാട്ടെ വൈക്കത്ത് കുഞ്ഞിമാണിക്യത്തിന്റെ വീട്ടിലാണ് ഈ ഇരട്ടത്തലയുള്ള തെങ്ങുള്ളത്. വലിയ പറമ്പ ഇടയിലക്കാട്ടെ വൈക്കത്ത് കുഞ്ഞിമാണിക്യത്തിന്റെ വീട്ടിലെ ഇരട്ടത്തലയൻ തെങ്ങാണ് കൗതുക കാഴ്ചയാകുന്നത്. 35 വർഷങ്ങൾക്ക് മുൻപ് കുഞ്ഞുമാണിക്യത്തിന്റെ ഭർത്താവ് KV കൊട്ടനാണ് നാടൻ ഇനത്തിൽപ്പെട്ട തെങ്ങ് നട്ടത്. 8 വർഷം മുൻപ് തല പോയി നശിച്ച തെങ്ങ് പിന്നീട് വീണ്ടും കിളിർക്കുകയായിരുന്നു. തെങ്ങ് പിന്നെ ആദ്യം നല്ല വാങ്ങിൽ തന്നെ വന്നിട്ട് തേങ്ങ നല്ലോണം പറിച്ചിന്. പെട്ടെന്ന് എൻ്റെ തല പോയി. തല പറ്റി അങ്ങനെ ഇത് നഷ്ടപ്പെട്ടു പോയിന്ന്. കുറേ കഴിയുമ്പോൾ ഉണ്ടതിന് ഒരു തല വരുന്നു.
തല വന്ന് തേങ്ങയെല്ലാം പിടിച്ചിട്ടാകുമ്പോക്ക് മറ്റേ ഭാഗത്തൊരു എതൽ പൊട്ടിയിട്ട് അതിനും പിടിച്ചും തേങ്ങ. കിളിർത്തു വന്ന 2 തലപ്പുകളും ഒരുപോലെ ശിഖരങ്ങളായി വളർന്ന് കായ്ച്ചു തുടങ്ങി. ഇപ്പോൾ 3 വർഷമായി 2 ശിഖരങ്ങളിൽ നിന്നും ഇവർക്ക് കായ്ഫലം ലഭിക്കുന്നുണ്ട്. ഒറ്റത്തടി വൃക്ഷമായ തെങ്ങിന് സാധാരണ 2 തലപ്പുകൾ ഉണ്ടാകാറില്ല. അപൂർവമായി ഒന്നിൽ തലപ്പുകൾ ഉണ്ടായാലും ഒന്നു മാത്രമേ കുലയ്ക്കുകയും കായ്ക്കുകയും ചെയ്യാറുള്ളൂ. ക്രമേണ മറ്റു തലപ്പുകൾ നശിച്ചു പോകും. കായ്ഫലം കൂടിയാൽ ശിഖരങ്ങൾ അറ്റുവീഴുമോ എന്ന ആശങ്ക ഉണ്ടെങ്കിലും നന്നായി വളവും വെള്ളവും നൽകി തെങ്ങ് പരിപാലിക്കാൻ തന്നെയാണ് വീട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 വലിയ പറമ്പ. ഇടുക്കി പൈനാവ് പോലീസ് ക്യാമ്പിൽ പുതിയ കൺട്രോൾ റൂം കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 1 കോടിയോളം രൂപ ചെലവിൽ നിർമ്മിച്ച കൺട്രോൾ റൂമിൽ എമർജൻസി റെസ്പോൺസ് സിസ്റ്റം, ANPR തുടങ്ങിയ ആധുനിക സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. 98,16,000 രൂപ വിനിയോഗിച്ചാണ് ജില്ലാ ആസ്ഥാനത്ത് പോലീസ് കൺട്രോൾ റൂം നിർമ്മിച്ചത്. 2 നിലകളിലായി നിർമ്മിച്ച കൺട്രോൾ റൂമിൽ എമർജൻസി റെസ്പോൺസ് സിസ്റ്റം, ANPR തുടങ്ങി ആധുനിക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പുതിയ കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. 9 വർഷക്കാലത്തെ അനുഭവമെടുത്താൽ പോലീസിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അത് പരിശോധിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. പോലീസ് സ്റ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ പഴയ സന്ദർഭം അത് തീർത്തും മാറിയിട്ടുണ്ട് എന്നതും നമ്മുടെ അനുഭവത്തിൽ. ഇടുക്കി പോലീസ് ക്യാമ്പ് അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ DYSP KR ബിജു അധ്യക്ഷത വഹിച്ചു. ശിലാഫലക അനാച്ഛാദനം പ്രസിഡന്റിന്റെ ചുമതലയുള്ള ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AB തോമസ് നിർവഹിച്ചു. ഇടുക്കി DYSP രാജൻ K അരമന, സർക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് സജീവ് ഉൾപ്പെടെ നിരവധി ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 ഇടുക്കി. അങ്ങനെ തലൈവർ ഫാൻസ് കുറച്ച് നാളുകളായി കാത്തിരുന്ന ചിത്രം കൂലി നാളെ തിയേറ്ററുകളിൽ എത്തുകയാണ്. നിരവധി റെക്കോർഡുകൾ തീർത്തുകൊണ്ടാണ് ഓഗസ്റ്റ് 14 ചിത്രം റിലീസിന് തയ്യാറെടുക്കുന്നത്. പ്രീ സെയിലിലൂടെ $2 മില്യൺ നേടുന്ന ആദ്യ തമിഴ് ചിത്രം എന്ന റെക്കോർഡ് ഉൾപ്പെടെ ഈ ലോകേഷ് ചിത്രം ബോക്സ് ഓഫീസിൽ മായാജാലം തീർക്കുകയാണ്. കേരളത്തിൽ പുലർച്ചെ 6 ഇടുക്കിയുടെ മനസ്സ് കീഴടക്കിയാണ് ദേവികുളം സബ് കളക്ടറായിരുന്ന VM ജയകൃഷ്ണൻ പുതിയ ജോലി തിരക്കിലേക്ക് പോകുന്നത്. തോട്ടം തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും ഏറെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം. താൽക്കാലിക വിട പറച്ചിലും അപ്രതീക്ഷിത സമ്മാനവുമായി 2 പേരെ കാണാൻ VM ജയകൃഷ്ണൻ എത്തി. തോട്ടം തൊഴിലാളിയായ ജാനകിയും UKG-കാരൻ ബിയാസും അപ്രതീക്ഷിതമായി കിട്ടിയ സമ്മാനത്തിന്റെ ആവേശത്തിലാണ്. തേയിലച്ചെരുവിൽ കൊളുന്തു നുള്ളാൻ പോകുന്ന തന്റെ ചിത്രമാണ് ജാനകിക്ക് സമ്മാനമായി കിട്ടിയത്. ഔദ്യോഗിക ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും ഫോട്ടോഗ്രാഫിയെ ഇഷ്ടപ്പെടുന്ന ജയകൃഷ്ണൻ IAS താൻ പകർത്തിയ ഹെലികാം ചിത്രത്തിലെ നായികയെ കണ്ടെത്തി ചിത്രം സമ്മാനിക്കുകയായിരുന്നു. 2023 പരിശീലന കാലയളവിൽ മൂന്നാറിലെത്തിയപ്പോഴാണ് അദ്ദേഹം ജാനകിയുടെ ചിത്രം പകർത്തിയത്. പിന്നീട് സബ് കളക്ടറായി ദേവികുളത്ത് ചാർജ് എടുത്തു. നിലവിൽ സപ്ലൈകോ MD ചുമതലയേൽക്കുന്നതിന് മുമ്പ് തോട്ടം തൊഴിലാളിയായ ജാനകിയെ കണ്ടെത്തി ഫ്രെയിം ചെയ്ത ചിത്രം സമ്മാനിക്കുകയായിരുന്നു. ഞാനിവിടെ മൂന്നാറിൽ ആദ്യം വന്ന സമയത്ത് അസിസ്റ്റന്റ് കളക്ടർ ട്രെയിനി ആയിട്ടാണ് വന്നിരുന്നത്. ആ സമയത്ത് ഫോട്ടോഗ്രാഫി ഹോബി ആയിട്ടുള്ളതുകൊണ്ട് ആ സമയത്ത് നമ്മുടെ ഡ്രോൺ ഫോട്ടോഗ്രാഫിയിൽ എടുത്തൊരു ചിത്രമാണ് ഇത്. പക്ഷെ ആ സമയത്ത് ഞാൻ കരുതിയിരുന്നില്ല ഇവിടെ സബ് കളക്ടറായിട്ട് ജോയിൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം മൂന്നാർ തേയിലത്തോട്ടങ്ങളുടെ ഒരു പറുദീസയാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഈ ഒരു ചിത്രം എടുക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ പൊതുവെ കാണുന്നത് തേയിലത്തോട്ടങ്ങളുടെ എന്താ പറയുക ഒരു മനോഹാരിതയും ഒരു കുന്നുകളാണ് കാണുന്നത്. പക്ഷെ അതിൽ പണിയെടുക്കുന്ന തോട്ടം തൊഴിലാളികളെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് അവരുടെ ജോലിക്കിടയിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് നമുക്ക് പകർത്താൻ സാധിച്ചത്. അപ്പോൾ അത് ഞാനിവിടെ അതിനുശേഷമാണ് ഇവിടെ സബ് കളക്ടറായിട്ട് ജോയിൻ ചെയ്തത്. അന്ന് എനിക്കൊന്ന് ആദ്യത്തെ ഒരാഴ്ചയിൽ തന്നെ നമ്മുടെ സ്റ്റാഫിനോട് പറഞ്ഞു ഇങ്ങനൊരു പടം ഞാൻ എടുത്തിട്ടുണ്ട്,
പടത്തിലുള്ള ആളെ ഒന്ന് കണ്ടെത്തി തരണം എന്നുള്ളത്. ആദ്യം ഒരുപാട് അന്വേഷിച്ചു, പക്ഷേ ഇടയ്ക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ആരാ എന്താ എവിടെ എന്നുള്ളതൊന്നും മനസ്സിലായില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റാഫ് തന്നെ മുൻകൈ എടുത്തിട്ട് ഈ ഫോട്ടോ എനിക്ക് തോന്നുന്നു ഒരുപാട് കമ്പനിയിൽ KDSP കമ്പനിയിലും കൊടുത്തിട്ട് അവരുടെ എംപ്ലോയി ലിസ്റ്റിലുള്ള ആളാണോ അവർക്കറിയാവുന്ന ആളാണോ കണ്ടുപിടിച്ചിട്ട് എനിക്കൊന്ന് 2 ദിവസം മുന്നെയാണ് ഈ ഫോട്ടോയിലെ വ്യക്തിയെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ജാനകി എന്നാണ് പേര്, കുളമാങ്ക ഡിവിഷനിലാണ്. UKG-കാരനായ ബിയാസ് തന്റെ കഴിഞ്ഞ പിറന്നാൾ ദിനത്തിൽ സബ് കളക്ടറെ തേടിയെത്തിയിരുന്നു. കയ്യിൽ കരുതിയിരുന്ന കുടുക്ക സബ് കളക്ടർക്ക് കൈമാറി പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കൊച്ചുമിടുക്കന് സമൂഹത്തോടുള്ള കരുതലിന് സമ്മാനമായാണ് സൈക്കിളുമായി സബ് കളക്ടർ തേടിയെത്തിയത്. ന്യൂസ് 18 ഇടുക്കി. കായംകുളത്ത് ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണം അവസാന ഘട്ടത്തിൽ. അടുത്ത മാസം പ്ലാന്റ് പ്രവർത്തന സജ്ജമാകും. കായംകുളം ടൗണിലെ ജൈവമാലിന്യം സംസ്കരിച്ച് വളമാക്കി മാറ്റുന്നതാണ് പ്ലാന്റ്. മെഷീനറികളും സജ്ജമായി. മുരിക്കുംമൂട്ടിലാണ് പ്ലാന്റ് സ്ഥാപിച്ചത്. 3 കോടി രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം. പ്ലാന്റ് പ്രവർത്തന സജ്ജമാക്കുന്നതോടെ നഗരത്തിലെ ജൈവമാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിച്ച് വളമാക്കി മാറ്റാൻ കഴിയും. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമടക്കം പുറന്തള്ളുന്ന ജൈവമാലിന്യം ശാസ്ത്രീയമായി സംസ്കരിച്ച് വളമാക്കി മാറ്റാൻ കഴിയും. 6 ടൺ മാലിന്യം സംസ്കരിക്കുന്നതിന് ശേഷിയുള്ള യന്ത്രങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചത്. മാലിന്യം പ്ലാന്റിലേക്ക് മാറ്റുന്നതിന് മുൻപ് ചെറിയ കഷ്ണങ്ങളാക്കും. സംസ്കരിക്കുന്നതോടെ വെള്ളവും ദ്രവ്യരൂപത്തിലാകുന്ന മാലിന്യങ്ങളും പ്രത്യേകം പ്ലാന്റിലേക്ക് മാറും. ഇത് 10 മുതൽ 20 ദിവസത്തിനുള്ളിൽ വളമായി മാറ്റും. പച്ചക്കറി കൃഷിക്കും മറ്റും ഉപയോഗിക്കാവുന്ന വളം പാക്ക് ചെയ്ത് വിൽപ്പന നടത്താനാണ് തീരുമാനം. വരുമാനത്തിന്റെ വിഹിതം നഗരസഭയും പ്ലാന്റ് പ്രവർത്തിപ്പിക്കുന്ന കമ്പനിയും പങ്കിടും. ജൈവശേഷിയുള്ള ഏത് മാലിന്യവും പ്ലാന്റിലിട്ട് പൊടിച്ച് വളമാക്കി മാറ്റാൻ സാധിക്കും. അറവുശാലയിലെ മാലിന്യവും ഇതിലൂടെ സംസ്കരിക്കാൻ കഴിയും. കായംകുളത്തിന്റെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ തന്നെ. സെപ്റ്റംബർ 12, 13 തീയതികളിൽ കോൺക്ലേവ് നടക്കുന്നുണ്ട് കൊച്ചി വെച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് കാണാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ വരുമെന്നാണ് ഇന്നലെ മന്ത്രിയുടെ ഓൺലൈൻ മീറ്റിംഗിൽ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഡെമോ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഡെമോ കൊടുക്കുമ്പോൾ അവിടെ കോൺക്ലേവ് പ്രദർശിപ്പിക്കും. അത് കണ്ടിട്ട് ഇത് കാണാനായിട്ട് ആളുകൾ വരാനുള്ള സാധ്യത ഇല്ലെങ്കിൽ തന്നെയും വരും. കേരളത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ നിന്നും വരും. കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ OWC പ്ലാന്റ് ആണിത്, ആധുനിക രീതിയിലുള്ള. നഗരസഭയുടെ കൈവശമുണ്ടായിരുന്ന സ്ഥലത്തോട് ചേർന്ന് വാങ്ങിയ 4.5 ഏക്കർ സ്ഥലത്താണ് ഓർഗാനിക് വേസ്റ്റ് കമ്പോസ്റ്റ് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത്. പഴയ സ്ഥലത്ത് പ്ലാസ്റ്റിക് മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. ഇവിടെ നിന്നും പ്ലാസ്റ്റിക്കും മറ്റ് മാലിന്യങ്ങളും വേർതിരിച്ച് ഭൂമി വീണ്ടെടുക്കുന്ന പ്രക്രിയ നടക്കുന്നുണ്ട്. ന്യൂസ് 18 കായംകുളം. മലപ്പുറത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി. പാണ്ടിക്കാട് സ്വദേശി ഷമീറിനെയാണ് കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. CV അനുമോദ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, ഇത് എന്താണ് സംഭവിച്ചത്? ഈ സംഘം ഏതാണ്? പോലീസിന് എന്തെങ്കിലും സൂചനയുണ്ടോ? പാണ്ടിക്കാട് സ്വദേശിയായ ഷമീറാണ്. വട്ടിപ്പറമ്പത്ത് ഷമീറിനെയാണ് ഒരു സംഘം ഇന്നലെ തട്ടിക്കൊണ്ടുപോയതായിട്ടുള്ള പരാതി പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് സംഭവം. ടൗണിൽ നിന്ന് ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഷമീർ. GLP സ്കൂളിന് അടുത്ത് വെച്ച് ഒരു സംഘം ഇന്നോവയിലെത്തി ഇയാളെ ബലമായിട്ട്, ഈ ബൈക്കിന് കുറുകെ ഇന്നോവയിട്ട് ഇയാളെ ബലമായി പിടിച്ചു കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. ഇതൊക്കെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ദുബായിൽ ജോലി ചെയ്യുന്ന ഷമീർ ഈ മാസം 4-ാം തീയതിയാണ് അവധിക്കായിട്ട് നാട്ടിലെത്തിയത്. ദുബായിലുള്ള എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളാകാം ഈ ഒരു തട്ടിക്കൊണ്ടുപോലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. മലപ്പുറം DVSP നേതൃത്വത്തിലുള്ള സംഘം ഈ സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അനുമോദ്, ഈ കുടുംബത്തിന് എന്തെങ്കിലും സംശയമുണ്ടോ? ഇത്തരത്തിൽ ഏതെങ്കിലും സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഭീഷണി ഉണ്ടായിരുന്നതായോ മറ്റോ ഷമീർ പറഞ്ഞതായി കുടുംബത്തിന് അറിവുണ്ടോ? അത്തരം വിവരങ്ങളൊക്കെ ലഭിച്ചു വരുന്നതേ ഉള്ളൂ. നിലവിൽ പോലീസ് നൽകുന്ന സൂചന ദുബായിൽ ഇയാൾക്ക് സാമ്പത്തികമായിട്ട് ഇടപാടുകൾ ഉണ്ടായിരുന്ന ആരെങ്കിലുമായിട്ടുള്ള തർക്കമായിരിക്കാം ഇത്തരത്തിലേക്കൊരു സംഭവത്തിലേക്ക് വഴി വെച്ചത് എന്നുള്ളതാണ്. കുടുംബത്തിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ നമുക്ക് ലഭ്യമായിട്ടില്ല. പ്രത്യേകിച്ച് കുടുംബം ഇതുവരെ ഒരു മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്താണെങ്കിലും ഗൾഫിലെ ഇടപാടുകൾ കേന്ദ്രീകരിച്ച് ആണ് പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണം. DVSP നേതൃത്വത്തിലുള്ള സംഘം ഇക്കാര്യത്തിൽ ഇപ്പോൾ ലഭ്യമായ സൂചനകൾ അനുസരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്.
യെസ്, CV അനുമോദാണ് വിശദാംശങ്ങളുമായി ചേർത്തത്. മലപ്പുറത്തെ യുവാവിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു എന്ന വാർത്തയാണ് വന്നിട്ടുള്ളത്. പാണ്ടിക്കാട് സ്വദേശി ഷമീറിനെയാണ് കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചത്. ആ ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പ് പ്രേക്ഷകർ കണ്ടത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഷമീറിനെ തടഞ്ഞു നിർത്തി ബലമായി ഇന്നോവ കാറിലെത്തിയ സംഘം കൊണ്ടുപോവുകയായിരുന്നു. ദുബായിൽ നിന്ന് അവധിക്ക് നാട്ടിലേക്ക് എത്തിയതാണ് ഷമീർ. ദുബായിൽ ചില സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട സംഘമാകാം ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ സംശയിക്കുന്നത്. അന്വേഷണം തുടരുകയാണ്. യെസ്, ഇനി നമ്മൾ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഇന്ന് സ്പെഷ്യൽ ഡേയിൽ ആരാണ് നമുക്കൊപ്പം ചേരുന്നത് എന്ന് നോക്കാം. തൃശൂർ സ്വദേശി ധനിസ ഡിക്സന്റെ പിറന്നാളാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് നിത്യ ഷിജു ആണ്. അപ്പോൾ ധനിസയ്ക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ ഒരുപാട് വാർത്തകളുള്ള ഒരു ദിവസമാണ്. വളരെ വാർത്താ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ കേരളത്തിൽ ഈ വോട്ട് കൊള്ള അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടടക്കം പലതരത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് തൃശ്ശൂരിലേക്ക് അല്പസമയത്തിനകം സുരേഷ് ഗോപി ഈ വിവാദങ്ങൾക്കിടെ എത്തുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട സംഭവം കൂടിയുണ്ട്. അപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസമൊക്കെ തെരുവിൽ വലിയ പ്രതിഷേധം CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിനെതിരെ മറുപ്രതിഷേധം BJP-യുടെ ഭാഗത്തു നിന്നുണ്ടായി. തെരുവ് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇനി ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരും, എന്തൊക്കെയാകും രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നൊക്കെയുള്ളത് നമുക്ക് വരും മണിക്കൂറുകളിൽ കണ്ടറിയാം. അതടക്കം ഒരുപാട് വാർത്തകളുണ്ട് ദേശീയ തലത്തിൽ നിന്നടക്കം. അപ്പോൾ ആ വാർത്തകളൊക്കെ വരും ബുള്ളറ്റിനുകളിൽ പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ കാണാം. പോലീസ് പെട്രോളിൽ ടോം കുര്യാക്കോസ് ചേരും.